ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. തമ്പലയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവുമല്ലോ, ഫേസ്ബുക്ക് എന്നുള്ള ആദ്യത്തെ റവന്യൂ എൻ്റെ കയ്യിൽ കിട്ടിയില്ലേ. ഇനിയിപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഫേസ്ബുക്കിലത്തെ കാര്യം എന്തിനാ ഇവിടെ യൂട്യൂബിൽ വന്ന് പറയണത് എന്ന്, അല്ലേ? അതിനും ഒരു കാരണം ഉണ്ട് കേട്ടോ. എന്താ അറിയോ, നമ്മൾ യൂട്യൂബിനകത്ത് ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയിട്ട് $100 കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരുണ്ടാവും കുറച്ചധികം പേര്. ഇനിയിപ്പോൾ അതെല്ലാം ആയാലും നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്ത് എന്തെങ്കിലും ഏണിങ്സ് വേണമെന്ന് ചിന്തിക്കുന്ന കുറച്ചധികം പേര് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഇത് മോണിറ്റൈസേഷൻ ഓൺ ആവാൻ വേണ്ടിയിട്ട് ഒരു 90% ആൾക്കാരും പതുക്കെ ഞാനും അതുപോലെ തന്നെയാണ്, പതുക്കെ നമ്മൾ തുടങ്ങി പതുക്കെ കയറി വന്ന് ഓണായ ആൾക്കാരാണ്, മോണിറ്റൈസേഷൻ കിട്ടിയ ആളാണ്. അപ്പോൾ അതുപോലുള്ളവർ ഫേസ്ബുക്കിനകത്ത് ഇനിയും വീഡിയോസ് ഇടാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എന്തായാലും ഒരു കൂടുതൽ ആൾക്കാരും അതിനകത്തും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരും വേഗം ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് കേട്ടോ. ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിലും ഫേസ്ബുക്കിനകത്ത് ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അവർക്കും അതിനകത്ത് ആക്റ്റീവായിട്ട് ഇരിക്കാമല്ലോ. അങ്ങനെ വീഡിയോ കാണുന്ന ആരെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യണത്. ഈ യൂട്യൂബിനകത്ത് നമ്മുടെ ഈ ചാനൽ നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് എന്തായാലും 1 വർഷം ആയിട്ടുണ്ട്. കഴിഞ്ഞ 2025 ജനുവരി പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഷോർട്സ് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ നമ്മളിത് സീരിയസ് ആയിട്ട് നമുക്ക് ഇതിനോടത്തോട് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഏണിങ്സ് എന്തെങ്കിലും കിട്ടണം എന്നുള്ളൊരു ഇതിൽ സീരിയസ് ആയി എടുത്തിട്ട് നമ്മൾ വീഡിയോസ് ചെയ്ത് തുടങ്ങിയത് ഒരു ഫെബ്രുവരി മാർച്ച് ആ സമയം മുതലൊക്കെയാണ്. അപ്പോഴൊന്നും ഞാൻ ഈ ഫേസ്ബുക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. പിന്നെ യൂട്യൂബിൽ തന്നെ കുറച്ചധികം പേര് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തത് കണ്ടിട്ടാണ് ഈ കഴിഞ്ഞ നവംബറിൽ 2025 നവംബർ കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ നവംബർ 8-ാം തീയതി അന്നാണ് ഫേസ്ബുക്ക് പേജിനെ, നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിനെ ഞാൻ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയത്. എനിക്ക് ഫേസ്ബുക്കിനകത്ത് പ്രൊഫൈല് പ്രൈവറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു 10 വർഷത്തിൽ കൂടുതലായിട്ടൊക്കെ ഒരു പ്രൊഫൈൽ എനിക്കുണ്ട്. പക്ഷെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കുണ്ടായിരുന്നത് 1000-ന്റെ താഴെയാണ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബിനകത്ത് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്, അപ്പോൾ ഇതിനെ തന്നെ അതിനകത്തേക്കും അപ്ലോഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി. നവംബർ 8-ാം തീയതി കറക്റ്റ് ഡിസംബർ 18-ാം തീയതി ആയപ്പോൾ കറക്റ്റ് 40 ദിവസത്തിൽ എനിക്ക് അതിനകത്ത് CM ഓണായി കിട്ടി. ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. പലരും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളത്. കുറച്ചധികം പേര് പറയുന്നുണ്ട് 5000 ഒക്കെ റേഞ്ചിൽ ഫോളോവേഴ്സ് ഉണ്ടായിട്ടും CM ഓൺ ആയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. 1000 ഫോളോവേഴ്സ് ഉള്ളവർക്ക് CM ഓണായി എന്ന് പറയുന്നവരുണ്ട്. എനിക്കെന്തായാലും ഒരു 5000 ആവാത്തതിന് മുമ്പ് തന്നെയാണ് കേട്ടോ CM ഓണായത്. 4000-നകത്തൊക്കെ 4000 to 5000-നകത്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് CM ഓണായത്. പിന്നെ നമ്മൾ അതിനകത്ത് ഡിസംബർ 18-ാം തീയതി CM ഓണായി. ബാക്കിയുള്ളത് 10-12 ദിവസമാണല്ലോ. ആ ദിവസത്തിനകത്തുള്ള ഡോളർ, അതായത് ഫേസ്ബുക്ക് പറയണത് കുറഞ്ഞത് $25 ആവുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 25 അല്ലെങ്കിൽ 100, ആ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ സെലക്ട് ചെയ്തത് $25 ആണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞത് അത് ചെറിയൊരു എമൗണ്ട് ആണ്, എന്നാലും ഞാൻ സെലക്ട് ചെയ്തത് $25 ആകുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡിസംബറിൽ 10-12 ദിവസത്തിൽ എനിക്ക് എന്തായാലും $25 കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജനുവരി കൂടെ ആയപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 25 എന്നല്ല, എനിക്ക് 100 ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ 50-ന്റെ മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ $50 to $100 ഇടയിലുള്ള ഒരു എമൗണ്ട് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും ചെറിയൊരു എമൗണ്ട് ആയിരിക്കാം, കേൾക്കുന്നവർക്ക് ചില കൂടുതൽ പേർക്കും തോന്നുന്നുണ്ടാവും ഇതിപ്പോൾ വലിയ കാര്യമാണെന്ന്. കുറച്ച് പേർക്കെങ്കിലും എന്തായാലും തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അതിനകത്ത് ആക്റ്റീവായിട്ടിരിക്കുന്ന കുറേ പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടെന്ന്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാനോ മൊബൈൽ റീചാർജ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും പാലിനോ പേപ്പറിനോ അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള നല്ലൊരു എമൗണ്ട് തന്നെയാണ് അത്. ആ കിട്ടിയ എമൗണ്ടിൽ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ അതിനെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. യൂട്യൂബിനകത്ത് ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസിനെ തന്നെ എടുത്ത് അതിനകത്ത് പോസ്റ്റ് ചെയ്യുക. പിന്നെ അവർ ഓരോ വീക്ക്ലി ടാസ്കുകളൊക്കെ തരുമല്ലോ. അപ്പോൾ അതിനകത്ത് ആക്റ്റീവായിട്ടുള്ള കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇനിയും ആരെങ്കിലും ആക്റ്റീവ് ആവാതിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് യൂട്യൂബ് ചാനലിനകത്ത് മാത്രമായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഫേസ്ബുക്കിനകത്തുകൂടെ വേഗം ആക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിലും ഇതിനോടൊക്കെ താല്പര്യമുള്ള കുറച്ച് പേരുണ്ടാവുമല്ലോ. ഫേസ്ബുക്കിനകത്ത് എന്തായാലും പ്രൊഫൈലുള്ള കുറേ ആൾക്കാരുണ്ടാവും. എനിക്ക് മനസ്സിലായിട്ടുണ്ട് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒന്നും അല്ലാതെ ഫേസ്ബുക്കിനകത്തും ഇപ്പോൾ റീൽസും വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ടെന്നുള്ളത് നമ്മൾ അതിനകത്തിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്കത് മനസ്സിലായത്. കാരണം നമ്മൾ ഇടുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന വ്യൂസും കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനകത്തും വീഡിയോസൊക്കെ കാണുന്ന കുറേ പേര് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നത്. യൂട്യൂബ് ചാനലുള്ളവരാണ് ഫേസ്ബുക്കിൽ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് തന്നെ ഇതിലിട്ട് നമ്മൾ ഇടുന്ന ഷോർട്സിനെയൊക്കെ എടുത്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ചാനൽ ഇല്ല എന്നുണ്ടെങ്കിലും അല്ലാതെ ഇതിനോടൊക്കെ ഇഷ്ടം കൂടുതലുള്ളവർക്ക്
ഫോട്ടോസോ നമ്മുടെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നമുക്ക് സാഹിത്യപരമായിട്ടുള്ള കഴിവുള്ളവർ കുറേ പേര് അതിനകത്ത് ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റുകൾ നമ്മുടെയൊക്കെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് അതിനകത്ത് ടെക്സ്റ്റുകളായിട്ട് ഇട്ടിട്ടൊക്കെ ഒരുപാട് ഏണിങ്സ് അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. വലിയ എമൗണ്ട് വാങ്ങിക്കുന്നവരുണ്ട്. അല്ല നമ്മളിപ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ നമുക്ക് അത്രയും വലിയ എമൗണ്ട് കിട്ടും നല്ല പറയണത്. പക്ഷെ ഇതിനോടൊക്കെ ഇഷ്ടം കൂടുതലുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനകത്ത് ആക്റ്റീവ് ആവുകയാണെങ്കിൽ പ്രൊഫൈലുള്ളത് പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് പറ്റുന്ന ഫോട്ടോസോ ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേഗം CM ഓണായിട്ട് കുഞ്ഞു കുഞ്ഞു എമൗണ്ടുകൾ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കുള്ള എമൗണ്ടൊക്കെ അതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നി. എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് കേട്ടോ ഞാനിത് പറയണത്. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ, ഇനിയിപ്പോൾ അതിനകത്തും ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവാം. എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമ്മളിങ്ങനെ ചെയ്തു വന്നപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് അത് തോന്നിയത് കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. ഇനിയും ആരെങ്കിലും ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് വൈകി, കാരണം ഞാൻ ജനുവരി മുതൽ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് 2025 ജനുവരി മുതൽ. അപ്പം മുതലേ ഞാൻ അതിനകത്തും കൂടെ ഇട്ടിരുന്നെങ്കിലോ എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇനിയും ഒരുപാട് ഇനി അതിനകത്ത് ഇടണോ എന്ന് ചിന്തിച്ചിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഇട്ടോട്ടെ. അല്ല ഇനിയും പ്രൊഫൈല് പ്രൈവറ്റ് മാത്രമായിട്ട് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പേര് ഉണ്ടാവുമല്ലോ, അവർക്കും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിനോടൊക്കെ ഇഷ്ടമുണ്ട്, അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനും ഉള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ അതിനകത്ത് ആക്റ്റീവ് ആയിക്കോളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ എനിക്ക് അതായത് നമ്മൾ ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് 40 ദിവസത്തിലാണ് എനിക്ക് CM ഓൺ ആയത്. നെക്സ്റ്റ് മന്ത് എനിക്ക് പേയ്മെൻറ്റ് വന്നു. ഇപ്പോൾ ഈ ഫെബ്രുവരിത്തെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഡോളർ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ എമൗണ്ട് എന്നല്ലെങ്കിലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കുള്ള ചെറിയ എമൗണ്ട് അതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു ഉറപ്പായി. അപ്പോൾ അത് നിങ്ങളോടുകൂടെ ആർക്കെങ്കിലും ഉപകാരം ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അതുമാത്രമല്ല നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യണം, നമ്മുടെ യൂട്യൂബ് ഫാമിലി ആയിട്ട് ഈ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. പിന്നെ അറിയാമല്ലോ, നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മളിതിനകത്ത് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കൂടുതലായിട്ടും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതാദ്യമായിട്ടാണ് ഞാൻ ചെയ്യണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മ എന്തായാലും ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.